ഈ ലോകാവസാനം കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയണം നിങ്ങൾക്ക്. എന്നാൽ നേരെ എക്സിലോട്ട് പോയാൽ മതി. അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനത്തെയാണ്. ഒരു പുതിയൊരു ഫീച്ചർ വന്നതേ ഓർമ്മയുള്ളൂ. ജഗ പുകയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യം. ചിരിച്ച് കുറേ നേരം ഇരുന്ന് ചിരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഇല്ലാത്തവർക്ക് ഈ കാര്യം എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫേസ്ബുക്ക് ഇപ്പോൾ പേ ഔട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആൾക്കാർക്ക്. അതുപോലെ എക്സിൽ നമ്മുടെ ഇലോൺ മസ്ക് എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോസ്റ്റ് ഇടുന്നതിനും കിട്ടും, കമൻ്റ് ഇടുന്നതിനും കിട്ടും. നിങ്ങൾ ആർക്കെങ്കിലും റിപ്ലൈ കൊടുത്താൽ അതിനും വ്യൂസ് ഉണ്ടെങ്കിൽ അതിനും പൈസ കിട്ടും. എക്സിലൊരു ഗുണമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഐ ഡി എന്നൊന്നും വരണ്ട, എന്ത് ഐ ഡി വേണമെങ്കിലും ഇടുക. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പോയിട്ട് കുറേ ഇസ്രയേലി ഫാൻസ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഗാസക്കാരനെ കുറ്റം പറയുക. അതുപോലെ പാകിസ്ഥാൻകാർ കുറേ ആൻറ്റി ഇന്ത്യൻ അക്കൗണ്ട് തുടങ്ങുക. അതേപോലെ ബംഗ്ലാദേശുകാർ കുറേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫാൻസ് അക്കൗണ്ട് അമേരിക്കയിൽ തുടങ്ങുക. അങ്ങനെ ഒരു ലോഡ് അക്കൗണ്ടുകളും ഫേക്ക് അക്കൗണ്ടുകളാണ് ഇത്ര കാലം എക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പൈസ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ ഒരു അക്കൗണ്ട് കൊടുക്കുക, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക. ഇതന്നെയായിരുന്നു എല്ലാവരുടെ പണി. ഇത് കുറേ പേർക്കൊക്കെ അറിയാം. ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, സ്പ്രെഡ് ഹെയ്റ്റ് ടു ഏൺ മണി എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് പൈസ കിട്ടും. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ പോഡ്കാസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു നിയമം വന്നു, അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ വരികയാണ് എക്സിൽ. ഇനി മുതൽ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. കഴിഞ്ഞില്ലേ കാര്യം? ഇത്ര കാലം എല്ലാവരും പറ്റിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങി. കുറച്ച് എക്സാമ്പിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഗുജറാത്തും മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ 2 അക്കൗണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ്. അതേപോലെ ഇലോൺ മസ്കിൻ്റെ വൺ ഫാൻ പേജ് ആയിട്ട് ഡോജ് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. 1 മില്യണൊക്കെ ഉള്ള പേജാണ്. അത് നടത്തുന്നത് ഇന്ത്യക്കാരനാണ്. മാഗാ നേഷൻ എന്ന് പറഞ്ഞിട്ട് 400K ഉള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മെയിൻ സപ്പോർട്ടറായിട്ടുള്ള പേജ് ഉണ്ട്. അത് ഈസ്റ്റേൺ യൂറോപ്യനിലെ ആരോ ആണ് നടത്തുന്നത്. ഇവാങ്ക ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ മകളുടെ പേരിലുള്ള ഇവാങ്ക ന്യൂസ് എന്ന് പറഞ്ഞിട്ട് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു പേജ്. അത് നൈജീരിയക്കാരനായിട്ടുള്ള ഏതോ ആളാണ്. അമേരിക്ക അവ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഗാസയിലെ റിപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ടുള്ള മൊട്സം ഡെലോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പോളണ്ട് നിന്നാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അല്ല ഏറ്റവും കോമഡി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DHS എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഒഫീഷ്യൽ എക്സിൻ്റെ പേജ് ഉണ്ട്. ഇവർ ഈ ഫീച്ചർ ആദ്യം ഓണാക്കിയപ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങ് ഇസ്രയേലിൽ നിന്നാണ്. അപ്പം തന്നെ ഫീച്ചർ ഓഫാക്കി പിന്നെ വീണ്ടും ഓണാക്കിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട്. അപ്പോഴേക്കും എക്സിൻ്റെ ഒഫീഷ്യൽസൊക്കെ വന്ന് പറഞ്ഞു, അയ്യോ ഇതൊക്കെ ഫേക്കാണ്, ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്, ആരും വിശ്വസിക്കരുത് പറഞ്ഞു. പക്ഷേ ഗ്രോക്കിനോട് ചോദിച്ചപ്പോൾ ഉള്ള സത്യം പുറത്തു വന്നു. കുറച്ച് നേരത്തേക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവരത് കറക്റ്റ് ചെയ്തതാണെന്നൊക്കെ. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങ് ഇസ്രയേൽ.